Hello guys, Namaskaram. So very good morning. സസ്കാഷ്വൻ എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഭയങ്കര ഹാർഷ് ക്ലൈമറ്റ് ആണ്. ഹാർഷ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് ഇവിടെ -48 ആയിരുന്നു. അതായത് ഫീൽസ് ലൈക്ക് ഏകദേശം -50 എന്ന് തന്നെ പറയാലോ. നമുക്കിത് ചിന്തിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാല് ഇങ്ങനെ ആവുമ്പോ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മുടെ സൂര്യനെ പോലും കാണുന്നില്ല. പലപ്പോഴും ചില ആൾക്കാർ ഏർലി മോർണിംഗ് ഒക്കെ ജോലിക്ക് പോകുന്നവര് അവര് പോകുമ്പോഴും ഇരുട്ടാണ്, വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ഇരുട്ടാ. അവർക്ക് സൂര്യനെ കാണാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, നീ ജീവനോടുണ്ടോ എന്നാ ചോദിക്കുന്നത്. കാരണം എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്ന്. പക്ഷെ ഉണ്ടല്ലോ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അറിയത്തില്ല എങ്ങനെയാന്ന്. അത് കുറെ കഴിയുമ്പോൾ നമ്മളുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആവുന്നതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിക്കുമായിരുന്നു, ഞാൻ ജോലിക്ക് പോവാ രാവിലെ. അപ്പോ ഭയങ്കര തണുപ്പാ, റോഡാണെങ്കിൽ ഭയങ്കര സ്ലിപ്പറി. അപ്പൊ എനിക്ക് ബസ്സിൽ കയറിയിട്ട് ഒരു 15 മിനിറ്റ്സ് ബസ്സിന് പോയാൽ മതി സത്യം പറഞ്ഞാല്. അപ്പൊ ജസ്റ്റ് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞതാ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ആളെയും കൂടി രാവിലെ എണീച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എണീറ്റ് നടന്നു പോയി. അപ്പോൾ നമ്മള് പതുക്കെ നടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വീഴാൻ പോവാന്ന്. കാരണം അത്രയും സ്ലിപ്പറി ആ റോഡ്. ഇപ്പൊ എനിക്ക് ബസ്സിനെ ഉന്നം വെച്ച് നടക്കുന്നത് കാരണം എനിക്കറിയാം ബസ് ഈ സമയത്ത് തന്നെ വരും. അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിലും നടക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തന്നെ സ്ഥലത്ത് എത്തിയപ്പോ നല്ല തെന്നലുണ്ടായിരുന്നു. അവിടെ ഞാൻ വീണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ല. നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ അങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. എല്ലാവരും ബിസിയാ. അവിടെ ചുറ്റുവട്ടത്ത് ആരും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവരും ബസ്സിലേക്ക് പോകാനുള്ള തിരക്കായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ എണീറ്റേ പറ്റുള്ളൂ. അവിടെ നിന്നിട്ട് നമുക്ക് ഹസ്ബൻഡിനെ വിളിക്കാനോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഫ്രണ്ടിനെ വിളിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടില്ല. നമ്മളെന്താ ആ കിടന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ തന്നെ ആ ഒരു എനർജിയോട് കൂടി എണീറ്റ് നമ്മൾ അന്ന് ജോലിക്ക് പോവുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ. ഒന്നും നോക്കാതെ ഞാൻ അവിടുന്ന് എണീറ്റു. ഞാൻ എന്നിട്ട് വീണ്ടും നടന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിൽ കൂടെ എന്റെ ബസ് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ 2 മിനിറ്റ് നടക്കേണ്ട സ്ഥലത്ത് ഞാൻ 5 മിനിറ്റോളം നടക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ കാനഡ എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും വിചാരിക്കും നമ്മൾ പാർട്ടി ഗെറ്റ് ടുഗദർ അത് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, കുറേ ബുദ്ധിമുട്ടുകളും കൂടി സഹിച്ചാലേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും ഇത് മാത്രമേ കാണുന്നുള്ളൂ, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ആരും കാണുന്നില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് എല്ലാം വളരെ പീസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു ധാരണയിൽ ആരും വരരുത്. കുറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടേ നമുക്കൊരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. അല്ലാതെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അയ്യോ നമുക്ക് നാട്ടിൽ പോകണം അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല.